ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീക്നോ മലയാള ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് റെഡ്മി ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 9 പ്രോ ആൻഡ് നോട്ട് 9 പ്രോ മാക്സ് എന്നീ ഡിവൈസുകളെക്കുറിച്ചാണ്. റെഡ്മി നോട്ട് 9 സീരീസ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വൻ പ്രതീക്ഷകളായിരുന്നു. കുറേയധികം റൂമറുകൾ വന്നു, അതൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. റെഡ്മി 3 ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് റൂമറുകളുണ്ടായിരുന്നു. നോട്ട് 9, നോട്ട് 9 പ്രോ, നോട്ട് 9 പ്രോ മാക്സ്. നോട്ട് 9 പ്രോ മാക്സ് സ്നാപ്ഡ്രാഗൺ 765 5G ചിപ്സെറ്റുമായിട്ട് വരുന്നു. ഡയമണ്ട് സിറ്റി 800 സീരീസുള്ള മീഡിയ ടെക്കിൻ്റെ 5G ചിപ്സെറ്റുമായിട്ട് വരുന്നു. 108 മെഗാ പിക്സൽ ക്യാമറ ആയിട്ട് വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള റൂമറുകൾ കേട്ടിരുന്നു. അതൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് റെഡ്മി അവരുടെ നോട്ട് 9 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെഡ്മി നോട്ട് 9 പ്രോയും നോട്ട് 9 പ്രോ മാക്സും ചില സ്പെസിഫിക്കേഷൻസിൽ ഒന്ന് തന്നെയാണ്, ചിലത് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ സെയിം സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് വ്യത്യാസത്തിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ഡിസൈൻ ശൈലി നോക്കുകയാണെങ്കിൽ സെയിം ഡിസൈൻ ശൈലിയാണ് റെഡ്മി നോട്ട് 9 പ്രോയിനും നോട്ട് 9 പ്രോ മാക്സിനും വരുന്നത്. നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് സെൻസർ വരുന്നുണ്ട്. അത് സൈഡ് മൗണ്ടഡ് ആണ്. നമുക്ക് IR ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് 2 ഫോണിലും. അതുപോലെ USB Type-C പോർട്ടും ഉണ്ട് 2 ഫോണിലും. നമുക്ക് 3.5mm ഹെഡ്ഫോൺ ജാക്കും 2 ഫോണിലും ഉണ്ട്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ആണ് 2 ഫോണിലും. നമുക്ക് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും വരുന്നത്. കോഡ് ക്യാമറ സെറ്റപ്പിലാണ് ഫോണിൻ്റെ മെയിൻ ക്യാമറ സെൻസേഴ്സൊക്കെ വരുന്നത്. അതും ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഫോണിൻ്റെ ഡിസൈൻ ശൈലി ക്യാമറ സെറ്റപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഒരു പഞ്ച് ഹോൾഡ് ഉള്ള ഒരു സിംഗിൾ ക്യാമറയാണ് 2 ഫോണിലും ലഭിക്കുന്നത്. ക്യാമറയുടെ കോൺഫിഗറേഷൻസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് 2 ഫോണിലും വ്യത്യാസം വരുന്നത്. അത് നമുക്ക് വ്യത്യാസത്തിൻ്റെ കാര്യം സംസാരിക്കാം. പിന്നെ സെയിം ആയിട്ട് വരുന്നത് ബാറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. 5020 mAh ബാറ്ററിയാണ് 2 ഫോണിനും നമുക്ക് ലഭിക്കുന്നത്. പിന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജറും നമുക്ക് വിത്തിൻ ദ ബോക്സ് ആയിട്ട് ലഭിക്കുമെന്നാണ് റെഡ്മി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതും നമുക്ക് അവിടെ സെയിം ആയിട്ട് 2 ഫോണിലും ഈക്വലായിട്ട് റെഡ്മി നൽകുന്നുണ്ട്. 2 ഫോണിൻ്റെ മറ്റൊരു കോമൺ ഫീച്ചറാണ് നമുക്ക് P2I പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രോബ്ലംസും വാട്ടർ ഫോണിൽ വീഴുകയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായാൽ തന്നെ നമ്മുടെ ഫോൺ ഫുള്ളി സേഫ് ആയിരിക്കും. മറ്റൊന്ന് നമുക്ക് UFS 2.1 സ്റ്റോറേജ് ആണ് 2 ഫോണിലും വരുന്നത്. അത് 512 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കോമൺ ഫീച്ചറുണ്ട്. നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്, സ്ലിം സ്ലോട്ടാണ് നമുക്ക് ഈ റെഡ്മി നോട്ട് 9 പ്രോയിലും നോട്ട് 9 പ്രോ മാക്സിലും ലഭിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് ഹൈബ്രിഡ് ആയിരുന്നു. ഇത് നമുക്ക് 2 ഫോണിലും ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അത് മികച്ചൊരു കാര്യം തന്നെയാണ്. റെഡ്മി അവരുടെ ഈ ഡിവൈസുകളിലേക്ക് അത് കൊണ്ടുവന്നത് ഏവരും കാത്തിരിക്കുന്ന ഒരു ഫീച്ചറും കൂടിയായിരുന്നു അത്. 2 ഫോണിൻ്റെയും ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റും സെയിം തന്നെയാണ്. നമുക്ക് 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് റെഡ്മി നോട്ട് 9 പ്രോവിനും നോട്ട് 9 പ്രോ മാക്സിനും നമുക്ക് ലഭിക്കുന്നത്. റെഡ്മി നോട്ട് 9 പ്രോവിൻ്റെ നോട്ട് 9 പ്രോ മാക്സിൻ്റെ പ്രധാനപ്പെട്ട കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 720G എന്നൊരു മികച്ച പവർഫുൾ മിഡ് റേഞ്ച് ഗെയിമിംഗ് പ്രോസസറാണ് 2 ഫോണിനും പവർ നൽകാൻ റെഡ്മി ഉപയോഗിച്ചിട്ടുള്ളത്. മികച്ചൊരു ചിപ്സെറ്റ് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ തന്നെ 730Gയുടെ ഒരു സക്സസർ വേർഷനാണ് 720G. 8 നാനോമീറ്റർ ഫിൻഫിറ്റ് ടെക്നോളജിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പ്രോസസർ മികച്ച പവർ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു പ്രോസസറാണ്. Adreno 618 ആണ് ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അവസാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന 2 ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതെങ്ങനെയായാലും തുല്യം തന്നെയായിരിക്കും. Android 10 അധിഷ്ഠിതമായ MIUI 11 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 ഫോണിൻ്റെയും പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. മറ്റ് വ്യത്യാസങ്ങളൊന്നും മറ്റ് ഏരിയയിലൊന്നുമില്ല. പിന്നെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചില ഫീച്ചേഴ്സിലുള്ള വ്യത്യാസമാണ്. പ്രോ കളർ എന്നൊക്കെയുള്ള ഫീച്ചേഴ്സുകൾ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ മാത്രമേ ഉള്ളൂ, പ്രോയിലില്ല. അതുപോലെ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് വരുന്നത് 64 മെഗാ പിക്സൽ കോഡ് ക്യാമറ സെറ്റപ്പിലാണ്. റെഡ്മി നോട്ട് 9 പ്രോ വരുന്നത് 48 മെഗാ പിക്സൽ കോഡ് ക്യാമറ സെറ്റപ്പിലാണ്. അപ്പോൾ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിലെ 64 മെഗാ പിക്സൽ കോഡ് ക്യാമറ സെറ്റപ്പിൽ 64 മെഗാ പിക്സൽ പ്രൈമറി സെൻസർ ഏത് സെൻസറാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഷവോമി ലോഞ്ച് ഇവൻറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരത് അനൗൺസ് ചെയ്തിട്ടില്ല. അതായത് സോണി സെൻസർ 64 ആണോ അല്ലെങ്കിൽ സാംസങ് സെൻസർ 64 ആണോ എന്ന് അവർ റിവീൽ ചെയ്തിട്ടില്ല.
64 മെഗാ പിക്സൽ കോഡ് ക്യാമറ സെറ്റപ്പിൽ നമ്മൾ വരുന്നത് 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസറും 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് നമുക്ക് 64 മെഗാ പിക്സൽ കോഡ് ക്യാമറ സെറ്റപ്പിൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ വരുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 32 മെഗാ പിക്സൽ സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറ നമുക്ക് ലഭിക്കുന്നത്. ഇനി റെഡ്മി നോട്ട് 9 പ്രോയുടെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണ്. നമുക്കൊരു 48 മെഗാ പിക്സൽ കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അവിടെയും സെൻസർ ഏതാണെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടില്ല, റിവീൽ ചെയ്തിട്ടില്ല 48 മെഗാ പിക്സൽ ഏത് സെൻസറാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന്. നമുക്ക് കോഡ് ക്യാമറ സെറ്റപ്പിൽ ലഭിക്കുന്നത് 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസർ, 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ നമുക്ക് അവിടെയും ലഭിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറയിലാണ് വ്യത്യാസം. 16 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇനി നമുക്ക് രണ്ട് ഫോണിൻ്റെ വേരിയൻസിൻ്റെയും വില നിലവാരവും നോക്കാം. റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് വരുന്നത് 3 വേരിയൻറ്റിലാണ്. 6GB, 64GB, 6GB, 128GB, 8GB, 128GB എന്ന് 3 വേരിയൻ്റാണ് വരുന്നത്. 6GB, 64GB 14,999 രൂപ, 6GB, 128GB 16,999 രൂപ, 8GB, 128GB 18,999 രൂപയാണ് റെഡ്മി ഈടാക്കുന്നത്. ഇനി റെഡ്മി നോട്ട് 9 പ്രോയുടെ നോക്കുകയാണെങ്കിൽ 2 വേരിയൻ്റാണ്. 4GB, 64GB, 6GB, 128GB. 4GB, 64GB 12,999 രൂപയ്ക്കും 6GB, 128GB 15,999 രൂപയ്ക്കുമാണ് നമുക്ക് റെഡ്മി നോട്ട് 9 പ്രോ ലഭിക്കുക. രണ്ട് ഫോണും നമുക്ക് ആമസോൺ വഴിയും ഷവോമിയുടെ mi.com വഴിയും റീറ്റെയിൽ സ്റ്റോഴ്സ് വഴിയും നമുക്ക് മീ സ്റ്റോഴ്സ് വഴിയും നമുക്ക് വാങ്ങാൻ സാധിക്കും. റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് 25-ാം തീയതി, മാർച്ച് 25-ാം തീയതിയും റെഡ്മി നോട്ട് 9 പ്രോ മാർച്ച് 17-ാം തീയതിയും തൊട്ടിട്ടാണ് ഓൺലൈൻ സെയിൽ. റൂമറുകളെ നിഷ്പ്രഭമാക്കിയ ഒരു ലോഞ്ചായിരുന്നു റെഡ്മി നോട്ട് 9 സീരീസിന്. നമ്മുടെ വല്ലാതെ 5G ഡിവൈസുകളൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് അത്രത്തോളമൊന്നും ലഭിക്കാത്തൊരു ഡിവൈസുകളാണ് ലോഞ്ച് ചെയ്യപ്പെട്ടത്. എന്ത് തന്നെയായാലും ഈ വില നിലവാരത്തിൽ നല്ലൊരു ഡിവൈസാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.